വാഹനങ്ങളിൽ 18 തരം മോഡിഫിക്കേഷൻ അനുവദിക്കാൻ മോട്ടോർ വാഹന വകുപ്പ്. ഞാൻ അപ്പോഴേ പറഞ്ഞില്ലേ അവൻ നിസ്സാരക്കാരനല്ലെന്ന്. ഇളക്കല്ലേ അല്ല സാർ, ആളറിയാതെ വേണ്ട അഭ്യാസം നടക്കണ്ട. വാഹന പ്രേമികളൊക്കെ വല്ലാണ്ട് ഒരു ആവേശത്തിലായിരുന്നു. കാരണം ഈ മോഡിഫിക്കേഷനുമായി ബന്ധപ്പെട്ടുള്ള വിവരങ്ങളൊക്കെ വരുമ്പോഴത്തേക്ക് നമ്മൾക്ക് അനുകൂലമായിട്ട് വിവരങ്ങൾ ഉണ്ടാകും, ഇനി ഒരു പൊളി പൊളിക്കാന്നൊക്കെ വിചാരിച്ചിരിക്കുന്നവർക്ക് കുറച്ചൊരു നിരാശ തന്നെയാണ് ഉണ്ടായത്. കൊല്ലണ്ട, അടുത്ത കേസിന് ഞാൻ ജയിപ്പിച്ചു തരാം. നല്ല വസ്ത്രം കേട്ടിട്ട് വഷളത്തരം തന്നെയാണല്ലേ പറയണത്. വാഹനം മോടി പിടിപ്പിക്കുന്നതിൽ വമ്പൻ ഇളവുകളൊക്കെ പ്രതീക്ഷിച്ച യുവത്വത്തെ നിരാശരാക്കിയിട്ടുണ്ട് സർക്കാർ. ഉരുള വാങ്ങുന്നു, എണ്ണി മരുത്തോനോട് കാശ് വാങ്ങുന്നു, കാരണന്മാര് പറഞ്ഞ വളരെ ശരിയാ. എടോ, ഞാൻ പ്രഗത്ഭനായ ഒരു അഡ്വക്കേറ്റ് ആയിപ്പോയി. ഇല്ലെങ്കിൽ എന്റെ വായിലിരിക്കുന്ന വീണനാഥൻ താൻ കേട്ടേനെ. സീറ്റ് കവറും ഫ്ലോർ മാറ്റും സ്റ്റിയറിംഗ് വീൽ കവറും ഉൾപ്പെടെ നിലവിൽ അനുവദനീയമായ 18 പതിവ് മോടി പിടിപ്പിക്കലുകൾ മാത്രമാണ് മോട്ടോർ വാഹന വകുപ്പ് സർക്കാരിന് നൽകിയ ശുപാർശയിലുള്ളത്. പട്ടികയിലുള്ളതല്ലാത്ത മറ്റ് മോഡിഫിക്കേഷനുകളെല്ലാം നിയമപ്രശ്നങ്ങൾ ഉണ്ടാക്കുമെന്നാണ് MVDയുടെ കണ്ടെത്തൽ. നിയമപരമായി എന്തെങ്കിലും ചെയ്യാൻ പറ്റുമെന്ന് ഞാനൊന്ന് നോക്കട്ടെ. പട്ടികയിലുള്ള 90% മോഡിഫിക്കേഷനുകളും നിലവിലുള്ളത് തന്നെയാണ്. അത് ശരി. കട്ടപ്പാറ പഴിപ്പിച്ച് ചങ്കിക്കുത്തിയാലും പൊള്ളാത്ത ആൾക്ക് ഒരു മുട്ടുസൂചി പഴിപ്പിച്ച് കുത്തിയപ്പോ പൊള്ളുവേ. മോട്ടോർ വാഹന വകുപ്പ് തയ്യാറാക്കിയ വാഹന മോഡിഫിക്കേഷൻ പട്ടികയ്ക്കെതിരെ വ്യാപക വിമർശനവും പരിഹാസവുമാണ് ഉയർന്നത്. പട്ടികയിലുള്ള ഭൂരിഭാഗവും നിലവിൽ അനുവദിച്ചിട്ടുള്ളത് എന്നാണ് വിമർശനം. ഒരു തമാശയ്ക്ക് വേണമെങ്കിൽ അങ്ങനെയും പറയാം. ആന കൊടുത്താലും ആശ കൊടുക്കരുതെന്നൊരു പഴഞ്ചൊല്ലുണ്ട് സാർ. ഇതോടെ മോഡിഫിക്കേഷൻ അനുവദിക്കുമെന്ന് പറഞ്ഞ് മുഖ്യമന്ത്രി VD സതീശൻ യുവാക്കളെ പറ്റിച്ചു എന്നാണ് ആക്ഷേപം. അങ്ങനെ പറഞ്ഞോ മുത്തശ്ശി? കഷ്ടമുണ്ട് കേട്ടോ. കൊച്ചുമോനാണെന്ന് വിചാരിച്ച് ഇങ്ങനെ ആശ കൊടുക്കരുത്. ഏതായാലും സർക്കാരിന്റെ മുമ്പിൽ ഇപ്പോഴത്തെ ട്രോളുകൾ എത്തിയിട്ടുണ്ട്. അതുകൊണ്ട് ഇന്നലെ അവരുടെ മനസ്സിലുള്ള റിപ്പോർട്ടിലുള്ള 18 ഇനങ്ങൾ മാത്രമായിരിക്കില്ല എന്തായാലും മോഡിഫിക്കേഷനായി പുറത്തു വരാൻ പോകുന്നത്. അത് നമ്മളിവിടെ അത്ഭുതം കാണിക്കുമെന്ന് അവർ പ്രതീക്ഷിക്കുന്നുണ്ട്. അത് മാത്രമാണെങ്കിൽ ആളുകൾ ട്രോളി കൊല്ലൂ എന്നുള്ള കാര്യത്തിൽ ഒരു സംശയമില്ല. പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് പറഞ്ഞിട്ടുണ്ടല്ലോ. വേണ്ട 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 കള്ളത്തരൊന്നും പറയണ്ട. അത് നടക്കുമല്ലോ. ഇവനൊക്കെ ഗുരുശാപം വാങ്ങി തട്ടിപ്പോണ എല്ലാ ലക്ഷണവും കാണുന്നുണ്ട്.